BNK വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. മാംഗോ പുട്ട്. മാമ്പഴ പുട്ട് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യം നല്ല പഴുത്ത മാങ്ങയാണ്. ഞങ്ങളിവിടെ 3 മീഡിയം വലിയൊരു മൂന്ന് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, നമ്മുടെ മാവിലുണ്ടാകുന്ന മാങ്ങയൊക്കെ പറിച്ച് പഴുപ്പിക്കാൻ വെക്കുന്നത്. ആ മാങ്ങയൊക്കെ പഴുത്തിട്ടുണ്ട്. അതിൽ നിന്നെടുത്ത 3 മാങ്ങയാണ്. അത് നന്നായിട്ട് കഴുകി തൊലിയൊക്കെ ചെത്തി ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ മാംഗോ ജ്യൂസായിട്ട് പൾപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അണ്ടി വളരെ തിന്നായിരിക്കും. ഒട്ടും കട്ടിയില്ലാത്ത അണ്ടിയാണ്. കൂടുതലും നമുക്ക് മാമ്പഴമാണ് നമ്മുടെ മാങ്ങയിൽ നിന്ന് ലഭിക്കുക. അണ്ടിക്ക് ഒട്ടും കനം ഉണ്ടാവില്ല. അതുകൊണ്ട് ധാരാളം മാമ്പഴം മുറിച്ചെടുക്കാം ഒരു മാങ്ങയിൽ നിന്ന് തന്നെ. അതുമല്ലാണ്ട് മാമ്പഴം കഴിക്കാത്ത പിള്ളേർ വളരെ കുറവായിരിക്കും. എന്നാലും മാമ്പഴം കഴിക്കാത്ത പിള്ളേർക്ക് വേണ്ടി നമുക്കിതുപോലെ ജ്യൂസ് അടിച്ച് കൊടുക്കാം. പലഹാരങ്ങളിൽ നമുക്ക് മാമ്പഴ ജ്യൂസ് ചേർത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ മാമ്പഴ ജ്യൂസ് വെച്ച് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയൊരു കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മഞ്ഞൾ പൊടിച്ച് ഉണ്ടാക്കിയതാണ്. നല്ല ക്വാളിറ്റിയുള്ള മഞ്ഞളാണ്. കുഴപ്പമില്ല, നമുക്ക് കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞങ്ങളിവിടെ ഇത്തിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി മാത്രം ചേർത്തതാണ്. പിന്നെ ആരോഗ്യത്തിനും നല്ലതാണല്ലോ, അതുകൊണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പുട്ടുപൊടി എടുക്കുക, അരിപ്പൊടി എടുക്കുക. ഞങ്ങളിപ്പോൾ തരിയില്ലാത്ത അരിപ്പൊടിയാണ് എടുത്തേക്കണത്. അതും നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതാണ്. പാക്കറ്റ് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നമ്മളിവിടെ മില്ലിൽ വിൽക്കാൻ വെക്കുന്ന പാക്കറ്റാണ്. അപ്പോൾ ആ പാക്കറ്റാണ് നമ്മളെടുത്തത്. 1 കിലോയുടെ പാക്കറ്റാണ്. അതിൽ 3/4 നമ്മൾ പുട്ടുണ്ടാക്കാൻ ഉപയോഗിച്ചു. കാരണം നമ്മളധികം അംഗസംഖ്യ ഇത്തിരി കൂടുതലാണ്. പുട്ട് കുഴക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. പുട്ടുകടം അടുപ്പത്ത് വെച്ച് നന്നായി ആവി വരുമ്പോൾ പുട്ടുകണയിൽ തേങ്ങയും നമ്മൾ കുഴച്ച് വെച്ച മാമ്പഴ പുട്ടുപൊടിയും മിക്സ് ചെയ്ത് കണയിൽ വെക്കുക. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ, വേറെ പ്രൊസീജിയറൊന്നുമില്ല. മാമ്പഴം കൊണ്ടുണ്ടാക്കുന്ന പുട്ടായതുകൊണ്ട് നമ്മളിത് മാമ്പഴപ്പുട്ടെന്ന് പറയുന്നു. അല്ലാണ്ട് നമുക്ക് ബീട്രൂട്ടോ വേറെന്ത് പച്ചക്കറികളായാലും കുട്ടികൾ കഴിക്കാത്ത എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയാലും നമ്മൾ മിക്സ് ചെയ്ത് പുട്ടുപൊടിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. ഞങ്ങളിടയ്ക്ക് ബീട്രൂട്ട് പുട്ട് ഉണ്ടാക്കാറുണ്ട്. ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് തേങ്ങയോടൊപ്പം മിക്സ് ചെയ്ത് ബീട്രൂട്ട് പുട്ട് ഉണ്ടാക്കും. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് തേങ്ങയ്ക്ക് പകരം ഏത്തപ്പഴം വെച്ച് കൊടുക്കാം. ഏത്തപ്പഴം തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വയ്ക്കാം. കുട്ടികൾ അത്യാവശ്യം കഴിക്കും. മാമ്പഴപ്പുട്ടിൻ്റെ കളറുണ്ടോ? നല്ല മഞ്ഞ കളറിലാണ്. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല സ്മെല്ലും വരുന്നുണ്ട്. കഴിക്കാനും നല്ല രുചിയാണ്. ചേട്ടനാണ് കേട്ടോ പുട്ടുണ്ടാക്കണത്. ഇന്നത്തെ സ്പെഷ്യൽ പുട്ടായതുകൊണ്ട് ചേട്ടനാണ് മാമ്പഴപ്പുട്ട് ഉണ്ടാക്കുന്നത്. ആൾക്ക് പുട്ടുണ്ടാക്കാനും അത്യാവശ്യം പാചകങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. ഇടയ്ക്ക് ചെയ്യാറുമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചൊന്ന് ചേട്ടൻ അങ്ങനെ ഉണ്ടാക്കിക്കോട്ടെ എന്ന്. നമുക്കും ഇടയ്ക്കൊരു റിലീഫ് എപ്പോഴും നല്ലതാണല്ലോ. അങ്ങനെ 2 കണപ്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് തന്നെയാണ്. കുട്ടികൾക്ക് പുട്ട് വളരെ ഇഷ്ടമുള്ള ഒരു പലഹാരമായതുകൊണ്ട് തന്നെ പുട്ടിൽ കൂടുതലും വെറൈറ്റികൾ നോക്കാറുണ്ട്. പുട്ടിൽ ഇതുപോലെ മാമ്പഴം ഇടും, ബീട്രൂട്ട് ഇടും, ഏത്തപ്പഴം, അതുപോലെ ക്യാരറ്റ്, അതെല്ലാം ഇട്ട് ചേർത്ത് നമ്മൾ പുട്ടുണ്ടാക്കി കൊടുക്കാറുണ്ട്. ഞാനൊന്ന് അമ്പലം വരെ പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോൾ എന്നെ കണ്ടതും പുട്ടുകുറ്റും പുട്ടുകണയും ഒക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് ചേട്ടൻ മുങ്ങി. ഇനി ആകെ ഒരു കണക്കും കൂടി ഉള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പുട്ടുണ്ടാക്കൽ തീർന്നു. അങ്ങനെ അവസാനത്തെ കണയും കൂടി പുട്ട് ഉണ്ടാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പുട്ടുണ്ടാക്കൽ കഴിഞ്ഞു. അവസാനത്തെ കണയാണിത്. ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പുട്ടുണ്ടാക്കൽ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല കളർഫുള്ളാണ്. രാവിലെ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനാണ് നമ്മൾ ഉണ്ടാക്കിയത്. അവർ നല്ല വിശന്നിരിക്കുകയാണ്.
അതിന്റെ അഭിപ്രായം എന്താ? ഞാൻ അടിപൊളിയൊന്നും ഇഷ്ടമല്ല. സൂപ്പർ ടേസ്റ്റ്. സാധാരണ പുട്ടിന് പഴവും വേണം കറിയും വേണം. ഇത് പഴവും വേണ്ട കറിയും വേണ്ട. ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പുട്ടുണ്ടാക്കാം സുഖമായിട്ട്. ഏറ്റവും നല്ല സാധനം മാങ്ങ, കോശ്ശേരി മാങ്ങ.